അതേപോലെ പിന്നെ ഇപ്പം മാപ്പിളപ്പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പാടിക്കളയാം, പിന്നെ പാടി അങ്ങ് ഇതെന്താ പാടാൻ എന്താ പ്രയാസം എന്ന് തോന്നും. പക്ഷേ ചെറിയൊരു വാക്ക് പോലും അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര അർത്ഥവ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം തന്നെ അതിനകത്ത് ഏറ്റവും അവരുടെ ദൈവം എന്ന് നമ്മൾ പറയുന്ന ആളിനെ നമ്മൾ സംബോധന ചെയ്യുന്നത് അള്ളാ. മലയാളത്തിലാണെങ്കിൽ ആയും ളായും എന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? ആയും ളായും. അള്ളാന്ന് പറയാൻ പാടില്ല. അള്ളാന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ്, ഭയങ്കര അർത്ഥവ്യത്യാസമാണ് വരുന്നത്. അള്ളാ എന്ന് പറയുമ്പോൾ അത് നാക്ക് നമ്മൾ മേലെ മുട്ടിച്ചിട്ടാണ് അത് അള്ളാ എന്ന് പറയുന്നത്. കൽബ് അതും ചിലർ ഖാ പറയും, ശരിക്കും ഖാ അല്ല, ഖായും അല്ല കായും അല്ല, കൽബ് എന്നവര്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ പറയുന്ന പാട്ടുകളിലൊക്കെ. അല്ലാതെ നമ്മൾ ഈസി ആയിട്ട് അങ്ങ് പാടിക്കളയാന്ന് വിചാരിച്ചാൽ ശരിയാവില്ല.